പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ അതിഭീകരമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും അടക്കം 9 ഭീകര കേന്ദ്രങ്ങളാണ് വ്യോമാക്രമണത്തിലൂടെ സൈന്യം തകർത്തത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തയ്യിബ അടക്കമുള്ള ഭീകരരുടെ ഒളിത്താവളങ്ങളാണ് തകർത്തിരിക്കുന്നത്. ബഹവാൽപൂർ, മുസാഫറാബാദ്, കോട്ട്ലി, മുരുഡ്കെ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി. നീതി നടപ്പാക്കിയതായും കൃത്യമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതായും പ്രതിരോധ മന്ത്രാലയം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ പറയാനായി രാവിലെ 10 മണിക്ക് സൈന്യം വാർത്താ സമ്മേളനം നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം ശക്തമായ വെടിവെപ്പും നടത്തുന്നുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള പാകിസ്ഥാൻ നടപടിക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിശക്തമായ മറുപടിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പാകിസ്ഥാന്റെ ശക്തമായ ഷെല്ലാക്രമണത്തിൽ അതിർത്തി പ്രദേശത്തെ വീടുകൾ തകർന്നതായുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. ആക്രമണത്തിൽ 3 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന സൂചന. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അതിർത്തിക്ക് സമീപത്തുള്ള വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ജമ്മു, സാംബ, കത്വ, രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിൽ കശ്മീരിൽ പുൽവാമ ജില്ലയിലെ വൂയൻ പ്രദേശത്ത് ജെറ്റ് വിമാനം തകർന്നു വീണ് സ്കൂൾ കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായി എന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. തകർന്നത് പാകിസ്ഥാൻ വിമാനമാണോ എന്നതടക്കം സ്ഥിരീകരിക്കാൻ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് നൽകിയ മറുപടി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങളുമായി PS വിനയ ചേരുന്നു. വിനയ, എന്തൊക്കെയാണ് നമുക്ക് ഈ അവസരത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ തിരിച്ചടി? പഹൽഗാമിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഇന്ത്യ തക്കതായ തിരിച്ചടി കൊടുത്തിരിക്കുന്നു. 26 നിരപരാധികളെയാണ് അന്ന് ഭീകരർ അവിടെ നിഷ്കരുണം വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതിന് കൃത്യമായിട്ടൊരു മറുപടി, ശക്തമായിട്ടുള്ള മറുപടി അപ്രതീക്ഷിതമായി തന്നെ കൊടുക്കുമെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളെല്ലാം തന്നെ അന്നു മുതൽ ആവർത്തിച്ചിരുന്നതാണ്. അന്ന് ആവർത്തിച്ച ആ കാര്യമാണ്, അവർ പറഞ്ഞ ആ കാര്യമാണ് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:45 ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ ജെറ്റ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യമായ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്ന് അതായത് രാജ്യത്തുടനീളം 244 ജില്ലകളിൽ മോക്ക് ഡ്രിൽ നടത്താൻ, ഒരു വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മോക്ക് ഡ്രിൽ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യം നിശ്ചയിച്ചിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇന്ത്യ ശക്തമായി പാകിസ്ഥാന് തിരിച്ചടി നൽകിക്കൊണ്ട് നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ ആക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മുസഫറാബാദ്, കോട്ട്ലി, ഗുൽപൂർ, ഭിംബേർ, സിയാൽകോട്ട്, മുറിദ്കെ, ബഹാവൽപൂർ ഈ മേഖലകളിലാണ് ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് പാക് അധീന കാശ്മീരിലെ 5 സ്ഥലങ്ങളിലും പാകിസ്ഥാനിലെ 4 സ്ഥലങ്ങളിലുമാണ് ഇത്തരത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് വ്യോമസേനയുടെ മിസൈൽ വർഷം ഉണ്ടായിരിക്കുന്നത്. പ്രിസൈസ് മിസൈലുകളാണ് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഈ ആക്രമണത്തിന് ശേഷം കരസേന പുറത്തുവിട്ട ട്വീറ്റിൽ, അതായത് എക്സിലൂടെ അവർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പ്രിസൈസ് മിസൈലുകൾ എന്നാൽ ഏതാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തെ മാത്രം തകർക്കുക, അതിന് ചുറ്റുമുള്ള മറ്റു പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ ഒരു നാശനഷ്ടം പോകാതെ ഇരിക്കുക, ആ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. 15-ാം ദിവസം പഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴാണ് ഇത്ര കനത്ത ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും എല്ലാം ഭീകര പരിശീലന കേന്ദ്രങ്ങളിലാണ് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇന്ത്യ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ 15 ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഈ ആക്രമണത്തിന് വേണ്ടി ഇന്ത്യ നടത്തിയിരുന്നു. കരസേന, വ്യോമസേന, നാവികസേന ഈ 3 സേനകളും സംയുക്തമായിട്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ബഹാവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ആസ്ഥാനമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. മസൂദ് അസറിന്റെ, ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ കൂടിയായിട്ടുള്ള മസൂദ് അസറിന്റെ ജന്മസ്ഥലമാണ്. അവിടെയുള്ള ഭീകര പരിശീലന
ക്യാമ്പ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ കൂടി ഇടപെടലിലൂടെയാണ് അവിടെ ഭീകരർക്ക് പരിശീലനം നടക്കുന്നത്. സൈന്യം ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികൾ എല്ലാം തന്നെ ഈ ഭീകരർക്ക് നൽകിക്കൊണ്ട് വലിയ തോതിൽ റിക്രൂട്ട് ചെയ്ത് അവിടെ ഭീകര പരിശീലനം നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള മർക്കസ് സുബാനല്ല എന്ന് പറയുന്ന ഒരു ഭീകര പരിശീലന കേന്ദ്രത്തിലാണ് കൃത്യമായി അത് രഹസ്യാന്വേഷണ ഏജൻസികൾ വഴി അത് കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ 50 മുതൽ 100 വരെ ഭീകര പരിശീലനം നേടുന്ന ഭീകരർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുറിദ്കെ എന്ന് പറയുന്നത് ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനമാണ്. ലഷ്കർ-ഇ തോയ്ബ അതായത് ഈ മുംബൈ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനമാണ് ഈ മുറിദ്കെ എന്ന് പറയുന്നത്. പാകിസ്ഥാനിലാണ്. മുറിദ്കയിലെ മർക്കസ് തൈബ എന്ന് പറയുന്ന ഭീകര പരിശീലന കേന്ദ്രത്തിലേക്ക് കൃത്യമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെഹ്റ കലാനിലെ സർജൽ എന്ന് പറയുന്ന ഭീകര പരിശീലന കേന്ദ്രം, ആ മേഖലയിലുള്ള ഭീകര പരിശീലന കേന്ദ്രം, അവിടെയും കനത്ത ആക്രമണം നടത്തി. പാകിസ്ഥാൻ പഞ്ചാബിന്റെ ഭാഗമായിട്ടുള്ള മേഖലയാണ് ഈ തെഹ്റ കലാൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് സിയാൽകോട്ടിലെ മെഹമൂന ജോയ എന്ന് പറയുന്ന ഭീകര പരിശീലന കേന്ദ്രം, അവിടെയും ആക്രമണം നടത്തി. ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത്, ഈ മെഹമൂന ജോയ എന്ന് പറയുന്നത്. അവിടെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്തി. മറ്റൊന്ന് ഭീംബേർ എന്ന് പറയുന്ന ഭീംബേർ പ്രദേശത്തുള്ള മർക്കസ് അഹ്ലയാണ്. ഈ മർക്കസ് അഹ്ലയിലും ഏതാണ്ട് 200ഓളം ഭീകരർ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഭീകര ക്യാമ്പുകൾ, പരിശീലന ക്യാമ്പുകൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ മിസൈൽ ആക്രമണം നടത്തി. മറ്റൊന്ന് കോട്ട്ലിയിൽ തന്നെയുള്ള മർക്കസ് അബ്ബാസ് എന്ന് പറയുന്ന ഭീകര പരിശീലന കേന്ദ്രം. അതോടൊപ്പം തന്നെ കോട്ട്ലിയിലെ മറ്റൊരു ഭീകര പരിശീലന കേന്ദ്രമായിട്ടുള്ള മർക്കസ് റഹീൽ ഷഹീദ്, അത് ഹിസ്ബുളിന്റെ ഒരു ഭീകര പരിശീലന കേന്ദ്രമാണ്. മറ്റൊന്ന് മുസഫറാബാദിലുള്ള ഷവായ് നല്ല ക്യാമ്പ്, ഇത് ലഷ്കർ-ഇ തോയ്ബയുടെ ഭീകര പരിശീലന ക്യാമ്പാണ്. മറ്റൊന്ന് മുസഫറാബാദിലുള്ള മർക്കസ് ബിലാൽ, ഇത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഭീകര പരിശീലന ക്യാമ്പാണ്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണം നടന്ന 26 നിരപരാധികൾ കൊല്ലപ്പെട്ട അതിനുശേഷം കൃത്യമായി ഏത് രീതിയിൽ ഇതിന് തിരിച്ചടി നൽകണമെന്ന് രാജ്യം, കേന്ദ്ര സർക്കാർ എല്ലാം തന്നെ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതലായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു പേര് ഇതിന് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി എന്നുള്ള കരസേനയുടെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നതിന് ശേഷം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ, നിരപരാധികളുടെ നിരവധി ബന്ധുക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു പേര് ഇതിന് നൽകി എന്നുള്ള ഒരു കാര്യമാണ്. നിലവിൽ പുറത്തു വരുന്ന ഡൽഹിയിലെ ഈ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു പേര് ഈ ആക്രമണത്തിന് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുഴുവൻ സമയവും ഈ ആക്രമണം, ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഈ ആക്രമണത്തിന്റെ ഏകോപനത്തിനടക്കം ഇത് നിരീക്ഷിച്ചുകൊണ്ട് ഡൽഹിയിൽ ഇത് നിരീക്ഷിച്ചുകൊണ്ടുണ്ടായിരുന്നു. എല്ലാ സമയത്തും ഏത് രീതിയിലുള്ള ഏകോപനത്തിനും സന്നദ്ധരായിക്കൊണ്ട് തന്നെ അവരിതിന് ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഒരു ഡസനോളം യോഗങ്ങൾ, ചർച്ചകൾ എല്ലാം തന്നെ വിവിധ സേനാ മേധാവിമാർ, മറ്റ് യൂണിറ്റുകൾ, മറ്റ് പ്രതിനിധികൾ, എല്ലാ ഉന്നത ഉദ്യോഗസ്ഥർ ഇവരുമായി എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും യോഗങ്ങളും എല്ലാം നടത്തിയതിനു ശേഷമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് ഇന്ത്യ പോയത്. മറ്റൊരു കാര്യം, അന്താരാഷ്ട്ര തലത്തിലും ഈ ആക്രമണത്തിനുള്ള ഒരു പിന്തുണ ഇന്ത്യ ഉറപ്പിച്ചിരുന്നു എന്നാണ്. അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയവരുടെ എല്ലാം തന്നെ പിന്തുണ ഇക്കാര്യത്തിൽ ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. കൃത്യമായി തന്നെ രാജ്യം, അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് ഈ പോരാട്ടം നടത്തുന്നത് ഭീകരതയ്ക്കെതിരെയാണ്. പാകിസ്ഥാനിലെ ഭീകര പരിശീലന ക്യാമ്പുകളാണ് ഈ ആക്രമണത്തിലൂടെ നശിപ്പിച്ചിരിക്കുന്നത്. ഭീകരരെയാണ് ഈ ആക്രമണത്തിലൂടെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഒരു സാധാരണക്കാരനോ ആയ ഒരു പൗരനെ, പാകിസ്ഥാൻ പൗരനെ പോലും ഉപദ്രവിച്ചിട്ടില്ല, അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് വാർത്താ ഏജൻസികൾ, ANI ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ ഈ ആക്രമണത്തിന്റെ, ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന്റേതായിട്ടുള്ള ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. അത് കൂടുതൽ സ്ഥിരീകരിച്ച് ഔദ്യോഗികമായി നൽകേണ്ടത് കരസേന തന്നെയാണ്. പക്ഷേ ഈ വാർത്താ ഏജൻസികൾ
വഴി വന്നിട്ടുള്ള ഈ ചിത്രങ്ങളിലെല്ലാം ഈ വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് കാണാം 2-3 പള്ളികൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്കിടയിൽ ഇരിക്കുന്ന ഒരു ടാർഗറ്റ്, ഒരു ലക്ഷ്യത്തെയാണ് ഇത്തരത്തിൽ മിസൈൽ ആക്രമണത്തിലൂടെ നശിപ്പിച്ചിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള, അതായത് തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിന് ചുറ്റുമുള്ള മറ്റ് പള്ളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു കേടുപാടും പറ്റാതെ നിലനിൽക്കുന്നുണ്ട്. അതാണ് കൃത്യമായി പറഞ്ഞത്, പ്രിസൈസ് മിസൈൽ ആക്രമണം. ഏതാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തെ നശിപ്പിച്ചു. ഭീകരതയെ നശിപ്പിക്കുക, ഭീകര പരിശീലനം നേടി ഇന്ത്യയിലെത്തി അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ, കൂട്ടക്കൊലകൾ നടത്താൻ ഈ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി, പാക് ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന ഇത്തരം ഭീകര പരിശീലന ക്യാമ്പുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിനുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു. ഇത് ആദ്യഘട്ടമുള്ള ഒരു റിയാക്ഷനാണ്, ഒരു പ്രതികരണമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇനിയും കൂടുതൽ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയും കൂടി ഈ പ്രസ്താവനയിലുണ്ട്. എന്തായാലും 10:30 കരസേനയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ കൂടുതലായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. വിനയ, നിലവിൽ നീതി നടപ്പാക്കി എന്നാണ് കരസേന ഈ ആക്രമണത്തിന് പിന്നാലെ പറഞ്ഞിരിക്കുന്നത്. നീതി പൂർണ്ണമായും നടപ്പിലായിട്ടുണ്ടോ? ഇതിന്റെ അലയൊലികൾ ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള എന്തെങ്കിലും വിവരം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ? ഈ ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം വലിയ തോതിൽ ഈ രാജ്യത്ത് ഇതിനെതിരെ ഒരു വികാരം ഉണ്ടായിരുന്നു. അതായത് ഇതിനെതിരെ ഒരു തിരിച്ചടി, ശക്തമായ തിരിച്ചടി നൽകണമെന്നുള്ളൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് നേരത്തെയൊക്കെ കശ്മീരിലും ജമ്മുവിലും എല്ലാം തന്നെ സൈനിക ഓപ്പറേഷനുകൾ നടത്തി ഭീകരവാദികളെ പിടികൂടുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുമ്പോൾ പ്രദേശവാസികളിൽ നിന്ന് ഇതിന് എതിരായിട്ട്, സൈന്യത്തിനെതിരായിട്ടൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, കല്ലേറുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബുർഹൻ വനി ഉൾപ്പെടെയുള്ള ഭീകരനെ സൈന്യം കൊലപ്പെടുത്തിയ സമയത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ജമ്മു കശ്മീരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ വലിയ തോതിൽ ഈ ഭീകരർക്കെതിരെ നടപടിയെടുക്കണം, ഇതിന് തക്കതായ മറുപടി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ബന്ദ് നടത്തുന്ന, ഹർത്താൽ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. കാരണം വലിയ തോതിൽ വിനോദസഞ്ചാരം വികസിച്ചു വന്ന ഒരു സമയത്ത്, വലിയ തോതിൽ ടൂറിസ്റ്റുകൾ വന്നിരുന്നുകൊണ്ട് ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിന് തിരിച്ചടി നൽകണം. ആ തിരിച്ചടിക്ക് പൂർണ്ണമായും എല്ലാ പിന്തുണയും രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ധാരണ കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ തോതിലുള്ള ഒരു പ്ലാനിംഗ്, ഒരു ആസൂത്രണം നടത്തി അതിന് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ആദിത്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നീതി നടപ്പാക്കപ്പെട്ടു എന്നുള്ള ഒരു വാചകം ഈ ആക്രമണത്തിന് ശേഷം പ്രയോഗിക്കുകയുണ്ടായി സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ, ട്വീറ്റ് വഴിയുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് നീതി നടപ്പാക്കപ്പെട്ടു എന്ന് കൃത്യമായിട്ടും ഒരു പൗരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നീതി നടപ്പാക്കപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം നിരപരാധികളായിട്ടുള്ള, യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ സ്വന്തം കുടുംബാംഗങ്ങളോടൊത്ത് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഒരു കാരണവുമില്ലാതെ പോയിന്റ് ബ്ലാങ്കിൽ തലയടക്കം വെടിവെച്ച് പൊട്ടിപ്പൊളിച്ചുകൊണ്ട് ഈ ഭീകരർ കൊന്നൊടുക്കിയത്. അത്തരത്തിലൊരു ക്രൂരമായ നടപടി അവരിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് കനത്ത തിരിച്ചടി തന്നെ നൽകേണ്ടതുണ്ട്. ആ കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇത് ആസൂത്രണം ചെയ്തവരെ, ഇത് നടപ്പാക്കിയവരെ, ഇതിന് പരിശീലനം നൽകിയവരെ, അവരെ തന്നെയാണ് ഇതിനുള്ള തിരിച്ചടിയായി അവരെ തന്നെയാണ് ആക്രമിക്കേണ്ടത്. അതാണ് കൃത്യമായി ചെയ്തിരിക്കുന്നത്. ഇത് ഒന്നാം ഘട്ടം മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ ഭീകരാക്രമണത്തിന് ശേഷം നയതന്ത്ര തലത്തിൽ തന്നെ നിരവധി നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു, പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചു, പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന വിസ റദ്ദാക്കി, ഇവിടെയുള്ള പാക് പൗരന്മാരെ അങ്ങോട്ടേക്ക് തിരിച്ചയച്ചു, ബോർഡറുകൾ നമ്മൾ അടച്ചു, ഈ നമ്മുടെ വ്യോമ പാത നമ്മൾ അടച്ചു, പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലും നമ്മൾ ഇടപെട്ടു. ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങളിൽ എടുത്ത നിലപാടുകൾക്കധികം കർശനമായിട്ടുള്ള പല നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായി. രാജ്യത്തെ ജനങ്ങൾക്ക് അത്തരത്തിലൊരു വികാരം ഉണ്ടായിരുന്നു. കനത്ത മറുപടി ഇക്കാര്യത്തിൽ കൊടുക്കണമെന്നുള്ളൊരു വികാരം രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് ഈ ആക്രമണത്തിന് ശേഷം നമുക്ക് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട, പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരവധി ആളുകളുടെ ബന്ധുക്കളുടെ പ്രതികരണം, അതായത് ഇപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള രാമചന്ദ്രൻ, അദ്ദേഹം പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ്.
അദ്ദേഹത്തിന്റെ മകളുടെ ചെറിയ 6 വയസ്സുള്ള കുട്ടികളുടെയും മുന്നിൽ വെച്ചായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ വെടിവെച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി നമ്മൾ നൽകേണ്ടത് തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അത് നൽകിയിരിക്കുന്നു. അവര് ഈ ആരതിയുടെ, രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ പ്രതികരണം ഈ രാവിലെ ആദ്യമായി വന്ന സമയത്ത് ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞതും അത് തന്നെയാണ്. കാരണം ഒരു സ്ത്രീയുടെ, അവളുടെ ഭർത്താവിനെ അവരുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുന്നു, സഹോദരിയുടെ മുന്നിൽ വെച്ച് സഹോദരനെ കൊലപ്പെടുത്തുന്നു, മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കൊലപ്പെടുത്തുന്നു, മതം തിരഞ്ഞു പിടിച്ച്, ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരുടെ ഉടുപ്പടക്കം മാറ്റി നോക്കി അവരുടെ മതം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്ര ക്രൂരമായിട്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. അതായത് ഇന്ത്യയുടെ ഒരു പരമ്പരാഗത രീതി വെച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ, അവളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ, അവരുടെ മുന്നിൽ വെച്ച് നിഷ്ഠൂരമായി അവളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആളുകളാണ്. അവർക്ക് മറുപടി കൊടുക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു പേര് തന്നെ ഇട്ടത് വളരെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും അതേ തന്നെ ഏറ്റവും കൂടുതൽ യോജിക്കുന്നതുമാണ് എന്ന് അവരെല്ലാം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണത്തിന് കൃത്യമായൊരു മറുപടി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ കൃത്യമായ മറുപടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. അതിന് ലോകരാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും ഉറപ്പാക്കി കൃത്യമായ ആസൂത്രണത്തോടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ആ ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ കരസേനയുടെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ടല്ല എങ്കിലും നമുക്കൊരു അറിയിപ്പ് വന്നത് ഈ വ്യോമാക്രമണം നടത്തിയതിന് ശേഷം വ്യോമസേന പൈലറ്റുമാരെല്ലാം തന്നെ സുരക്ഷിതമായി നമ്മുടെ മണ്ണിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. തരത്തിൽ യാതൊരു തരത്തിലുള്ള ആൾനാശം സൈനിക സുരക്ഷാ സേനയുടെ ഭാഗത്ത് ഒന്നും തന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു ഷെല്ലാക്രമണവും മറ്റു രീതിയിലുള്ള പ്രകോപനപരമായ നടപടികളും എല്ലാം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ ഉള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ നിയന്ത്രണ രേഖയിൽ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യ നടത്തിയത്. അത്തരത്തിലുള്ള ഏത് പ്രകോപനം, ഏത് രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് തക്കതായ മറുപടി കൊടുക്കാൻ, പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അതിർത്തിയിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിമാനം, ഒരു ഫൈറ്റർ ജെറ്റ് ഒരു പുൽവാമയിൽ ഒരു മേഖലയിൽ അത് തകർന്നു വീണതായിട്ടുള്ള അതിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചതായിട്ടുള്ള വിവരം വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ അത്തരത്തിൽ റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായി അതിനൊരു സ്ഥിരീകരണം സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും 10:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.